الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا. إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരവും ഇരുത്തവും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സൂറത്തുൻ നിസായിലെ 29, 30, 31 മൂന്ന് ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മൂന്ന് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. മൂന്ന് കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം ഭക്ഷണത്തെ ഭക്ഷിക്കുന്നതിനെ സംബന്ധിച്ചാണ്. അന്യായമായി നമ്മൾ നേടിയെടുത്തത് ഒരിക്കലും നമുക്ക് ന്യായമായി ലഭിക്കേണ്ടതല്ല. തികച്ചും അന്യായമായി നമ്മൾ നേടിയെടുത്തത് ഒരു കാരണവശാലും ഭക്ഷിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല. ന്യായമായ നിലയിൽ നമ്മുടെ അടുക്കലേക്ക് എത്തിപ്പെട്ടതല്ലാതെ നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല. രണ്ടാമത്തെ വിഷയം, സ്വന്തം നിങ്ങളുടെ ശരീരത്തിനെ കൊല ചെയ്യരുത്, കശാപ്പ് ചെയ്യരുത്, ആത്മഹത്യ ചെയ്യരുത് എന്നത്. മൂന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു ഓഫറാണ്. വൻപാപം അഥവാ കബായിർ, വൻപാപങ്ങൾ അല്ലാഹു എണ്ണി പറഞ്ഞിട്ടുണ്ട്. 7 വൻപാപങ്ങൾ. ആ വൻപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങളിൽ വന്നുകൂടുന്ന ചെറിയ 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 പാപങ്ങളെ, ചെറിയ ചെറിയ കുറ്റങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാപ്പാക്കി. ഈ മൂന്ന് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് ആയത്തിൽ പ്രതിപാദിക്കുന്നത്. അതിലൊന്നാമതായി അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളുടെ ധനം അന്യോന്യം അന്യായമായി നേടിയെടുത്തത് നിങ്ങൾ തിന്നരുത്. ഒന്നുകിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും, പരസ്പരം പൊരുത്തത്തോടെ നടത്തുന്ന കച്ചവടത്തിലൂടെയല്ലാതെ. ഏറ്റവും കൂടുതൽ നടക്കുന്ന കച്ചവടമാണ്, ബിസിനസ്സാണ്. ആ ബിസിനസ് എങ്ങനെയാണ്? പരസ്പര പൊരുത്തത്തോടെ നടത്തുന്നതാകണം. പരസ്പര പൊരുത്തത്തോടെ നടത്തുന്ന കച്ചവടമാണ്. കച്ചവടത്തിനെ സംബന്ധിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രയോ ഹദീസുകൾ, അതിന്റെ നിയമങ്ങളെ സംബന്ധിച്ച്, അതിന്റെ വ്യവസ്ഥകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി എത്രയോ ഹദീസുകൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഗ്ശ മുസ്ലിമ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വഞ്ചിക്കാൻ പാടില്ല. കച്ചവടത്തിനെ പറ്റി പറഞ്ഞതാണ്.
നീ ഏറ്റവും കൂടുതൽ വഞ്ചനകൾ നടക്കുന്നത്, ചതികൾ നടക്കുന്നത്, കപടതകൾ നടക്കുന്നത് കച്ചവട മേഖലകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ അതിനകത്തൊരു മുസ്ലിമിനെ നിങ്ങൾ വഞ്ചിക്കരുത്, വഞ്ചന നടത്തരുത്, കപടത കാണിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് വളരെ ഉയർന്ന സ്ഥാനം നൽകി. അത്താജിറുൽ അമീൻ, അസ്സദൂഖുൽ അമീൻ, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ അവൻ നാളെ ആരോടൊപ്പമാണ്? അമ്പിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അത്ര മഹിതമായ സ്ഥാനം സത്യസന്ധമായി വിശ്വസ്തയോടെ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ലഭ്യമാകും എന്നിരിക്കെ അതിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? വഞ്ചന കാണിക്കരുത്. അതുകൊണ്ട് കച്ചവടത്തിന്റെ വ്യവസ്ഥിതികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബൈഉ അൻ തറാദിൻ, കച്ചവടം വളരെ തൃപ്തികരമായി, കൊടുക്കലും വാങ്ങലും വിൽക്കലും, ഇത് രണ്ടും വളരെ തൃപ്തികരമായ നിലയിൽ ഇടപാട് നടത്തുന്നവരുമായി നിങ്ങൾ തൃപ്തികരമായ നിലയിലായിരിക്കണം. അൽ ബൈആനി ബിൽ ഖിയാരി മാ ലം യതഫറഖ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. കച്ചവടം നടത്തിയ രണ്ടാളുകൾക്ക് അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അവർക്ക് രണ്ടാളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ഒന്നുകിൽ കൊടുക്കുന്നയാൾക്ക് അതിനെ കൊടുക്കാതിരിക്കാം, വാങ്ങിക്കുന്ന ആൾക്ക് അതിനെ വാങ്ങിക്കാതിരിക്കാം. ഖിയാറുണ്ട്, അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞല്ല, ഉറപ്പിച്ചു, പക്ഷേ പൈസ കൊടുത്ത് കബദ് ചെയ്തില്ല, വാങ്ങിച്ചില്ല, മറ്റേയാൾ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതുമില്ല. അങ്ങനെ ആ കൊടുക്കാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ വാങ്ങിക്കാത്ത സ്ഥിതിക്ക് രണ്ടാളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്ത് വേണമെങ്കിൽ ഉടമസ്ഥൻ അത് കൊടുക്കാതിരിക്കട്ടെ, ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞു അതിനെ ഒഴിവാക്കാം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കും ഒഴിവാക്കാം. ഇത് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം അവരുടെ കച്ചവടം നടത്തുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഈ അഭിപ്രായക്കാരനാണ്. ഷാഫി മദ്ഹബിലും ഈ അഭിപ്രായമാണ്. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഖിയാറിന് അഥവാ സ്വാതന്ത്ര്യത്തിന് 3 ദിവസം, ഇടപാട് നടന്നതിന് ശേഷം 3 ദിവസം വരെ ഒന്നുകിൽ ആ സാധനം കൊടുത്തയാൾക്ക് തിരിച്ചെടുക്കാനും വാങ്ങിച്ചയാൾക്ക് തിരിച്ചു കൊടുക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തില് ഇമാമുമാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം പറഞ്ഞ നിയമമാണ് ഷാഫി മദ്ഹബിന്റെ നിയമം. രണ്ടാമത് ഞാൻ പറഞ്ഞ നിയമമാണ് 3 ദിവസം വരെ ഉണ്ട് എന്ന് പറഞ്ഞ നിയമമാണ് ഹനഫി മദ്ഹബിലുള്ള നിയമം എന്ന് പറയപ്പെടുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അല്ലാഹു പറഞ്ഞു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കശാപ്പ് ചെയ്യല്ലേ, നിങ്ങളെ തന്നെ കൊന്നുകളയല്ലേ. ഇന്നല്ലാഹ കാന ബികും റഹീമാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഏറെ കരുണയുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യല്ലേ. എത്ര വലിയ ദുരന്തമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ഇരുമ്പ് പോലുള്ള ആയുധം കൊണ്ടാണ് ഒരു മനുഷ്യൻ അവൻ സ്വമേധയാ അവൻ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ഫഹദീദതുഹു ഫീ യദിഹി യജീഉ ബിഹാ ബത്നുഹു യൗമൽ ഖിയാമ, ഖബർ മുതൽ ഖിയാമത്ത് നാൾ വരെ അവന്റെ കൈകളിലേക്ക് അല്ലാഹു കത്തിയെ ഏൽപ്പിക്കും. അവൻ എങ്ങനെയാണോ അവന്റെ ശരീരത്തിന് കൊലപ്പെടുത്തിയത് അതേ തരത്തിൽ തന്നെ ഖബറിലും അതേ രീതി തുടർന്നുകൊണ്ടേയിരിക്കും ഖിയാമത്ത് നാൾ വരെ. ഏതുവരെ? ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലിദൻ ഫീഹാ അബദാ, നരകത്തിൽ ശാശ്വതമായി എറിയപ്പെടുന്ന സമയം വരെ. സുബ്ഹാനല്ലാഹ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖതല നഫ്സഹു ബിസമ്മിൻ, ആരെങ്കിലും വിഷം പോലുള്ള ദ്രാവകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ്, വിഷം കുടിച്ചാണ് അയാൾ മരണപ്പെടുന്നതെങ്കിൽ, ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ കയ്യിലേക്ക് വിഷത്തെ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുകയും യതഹസ്സാഹു ഫിന്നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലിദൻ ഫീഹാ അബദാ,
നാളെ നരകത്തിൽ ശാശ്വതമായി എറിയപ്പെടുന്നത് വരെ ആ വിഷത്തെ അയാൾ കുടിച്ചുകൊണ്ടേയിരിക്കും. കുടിക്കും, മരിക്കും, കുടിക്കും, മരിക്കും. ഖിയാമത്ത് നാൾ. ഇനി തൂങ്ങിയാണ് ചാകുന്നതെങ്കിൽ അതേ രീതി തന്നെയായിരിക്കും ഖിയാമത്ത് നാൾ വരെ. സുബ്ഹാനല്ലാഹ്, നഊദുബില്ലാഹ്. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അസന്നിഗ്ധമായി അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചു, മൻ ഖതല നഫ്സഹു ബിശൈഇൻ അദ്ദറ ബിഹി യൗമൽ ഖിയാമ. ഏതൊരു ആയുധം ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് ഒരാളുടെ ശരീരത്തെ കൊല ചെയ്തത്, ആ ആയുധം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അയാളെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ കൊല ചെയ്യല്ലേ. ഇന്നല്ലാഹ കാന ബികും റഹീമാ, അല്ലാഹു നിങ്ങളോട് ഏറെ കരുണയുള്ളവനാണ്. വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വദുൽമാ, അക്രമമായും അന്യായമായും അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫസൗഫ നുസ്ലീഹി നാറാ, തീർച്ചയായും നാം അവരെ നരകത്തിലിട്ട് കരിച്ച് നാം നരകത്തിലിട്ട് കത്തിക്കരിക്കുന്നതാണ്. നുസ്ലീഹി നാറാ വകാന ദാലിക അലല്ലാഹി യസീറാ, ആ കാര്യം അല്ലാഹുവിന് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. അല്ലാഹുവിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അല്ലാഹുവിന് വളരെ എളുപ്പമാണ്. മൂന്നാമത്തെ കാര്യം, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, അല്ലാഹു വലിയ പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വൻപാപങ്ങളെ പടച്ചവനെ പേടിച്ചുകൊണ്ട് ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചു കളഞ്ഞാൽ, അതിൽ നിന്നും ആരെങ്കിലും മാറിക്കഴിഞ്ഞാൽ, നുകഫിറ അൻകും സയ്യിആതികും, അവരുടെ ചെറിയ ചെറിയ തെറ്റുകളെ നാം അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കും. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, മാന്യമായ ഇടങ്ങളിൽ നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അഥവാ സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇജ്തനിബു സബിഅൽ മൂബിഖാത്ത്, വൻപാപങ്ങൾ 7 നശിപ്പിച്ചു കളയുന്ന വൻപാപങ്ങൾ 7, അതിന് നിങ്ങൾ വെടിയണേ. സഹാബത്തിനോട് ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് വമാ ഹുന്ന, നബിയെ അവകൾ ഏതാണെന്ന് ചോദിച്ചപ്പോ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അശ്റുകു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ശിർക്ക് വയ്ക്കുക, അല്ലാഹുവിനെ പങ്കുകാരച്ച. വഖതല അൻ-നഫ്സ് അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയ ശരീരത്തെ കൊല ചെയ്യുക, വധിക്കുക. വസ്സിഹ്ർ, മാരണം ചെയ്യുക. വഅക്ലു റിബാ, പലിശ തിന്നുക. വഅക്ലു മാലിൽ യതീം, യതീമീങ്ങളുടെ അനാഥകളുടെ മുതൽ ഭക്ഷിക്കുക. വതവല്ലി യൗമ സഹ്ഫി, യുദ്ധം കൊടിവരികൊണ്ടിരിക്കുമ്പോൾ പിന്തിരിഞ്ഞോടുക. യുദ്ധം ശത്രുക്കളുമായിട്ട് കൊടിവരി കൊണ്ടിരിക്കുകയാണ്, അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് പിന്തിരിഞ്ഞോടുക. 7-മത്തത് വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, പതിവ്രതകളായ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ദുരാരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുക. ഖദ്ഫ് പറയുക, ആരോപണം പറയുക, ആളുകളെ പറ്റി ആരോപണം പറഞ്ഞുണ്ടാക്കുക, വളരെ മോശമായ കാര്യങ്ങൾ ചേർത്ത് അവരെ പറ്റി പറയുക. 7 വൻപാപങ്ങൾ പറയും. ഇതാരെങ്കിലും സൂക്ഷിച്ച് അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? മാപ്പാക്കി തരും. നമ്മൾ അറിയാതെ അല്ലാഹു മാപ്പാക്കി തരും. മുദ്ഖലൻ കരീമ, മാന്യമായ ഇടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി